അഷ്ടാവക്രൻ എന്ന കഹോടപുത്രനായ ആ ഉണ്ണി 12 വയസ്സുള്ള ബാലകൻ തൻ്റെ അച്ഛനെ ജലത്തിൽ മുക്കിയ മഹാവിദ്വാനായ ബന്ദി എന്ന പണ്ഡിതന്റെ മുന്നിൽ ശാസ്ത്രാർത്ഥം ചെയ്യാൻ വേണ്ടിയിട്ട് വാദിക്കാൻ വേണ്ടിയിട്ട് എത്തിച്ചേർന്നു. ജനക മഹാരാജാവ് നടത്തിയ പരീക്ഷണങ്ങളെ ആദ്യം അദ്ദേഹത്തിന് ദ്വാരപാലകൻ ചോദ്യങ്ങൾ ചോദിച്ചു. ആ ദ്വാരപാലകന്റെ ഉത്തരം മുട്ടിച്ചു. രാജാവിൻ്റെ മുന്നിലെത്തി രാജാവ് ചോദിച്ച ചോദ്യങ്ങൾക്ക് ക്ഷണനേരം കൊണ്ട് മറുപടി പറഞ്ഞ് വൈദികമായ മന്ത്രങ്ങളുടെ നിഗൂഢതകളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ആ അഷ്ടാവക്രൻ മറുപടി പറഞ്ഞു. അത് ജയിച്ചു. യജ്ഞമണ്ഡപത്തിലെത്തി തന്നോട് തർക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ബന്ദി എന്ന് പറയുന്ന ആ ഉദ്ധതനായ പണ്ഡിതനെ വെല്ലുവിളിച്ചുകൊണ്ട് ആ ബന്ദിയെ തൻ്റെ മുന്നിലെത്തിച്ചു. എന്നിട്ട് എന്നോട് ചോദ്യങ്ങൾ ചോദിക്കൂ, ഞാൻ നിന്നോടും ചോദ്യങ്ങൾ ചോദിക്കാം, എന്നിട്ട് മറുപടി തരണം എന്ന് പറയുകയാണ്. അങ്ങനെ ബന്ദി ഈ ചെറിയ ബാലകന്റെ മുന്നിൽ ഒരു വിഷയം അവതരിപ്പിക്കുകയാണ്. പിന്നീട് അവർ തമ്മിലുള്ള വിവാദങ്ങൾ വളരെ ഒരു പ്രത്യേക രീതിയിലാണ്. സംഖ്യകളെ കൊണ്ടുള്ള ഒരു കളിയാണ് അവർ പരസ്പരം ചോദിച്ചത്. അതിനുവേണ്ടി ആദ്യം വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ബന്ദി പറയുകയാണ്, ഏക ഏവാഗ്നിർബഹുധാ സമിധ്യത്തെ ഏകസൂര്യ സർവമിതം വിഭാതി ഏകോ വീരോ ദേവരാജോരിഹന്ത യമ പിതൃണാമീശ്വരശ്ചൈക ഏവ. ഏക ഏവ അഗ്നിഹി. അഗ്നി എന്ന് പറയുന്നത് ഒരു അഗ്നി മാത്രമേ ഉള്ളൂ. ആ അഗ്നി പല രീതിയിൽ സമിത്തക്കളെ ദഹിപ്പിക്കുന്നു. സർവ്വലോകങ്ങളെയും പ്രകാശിപ്പിക്കുന്നതായ സൂര്യനും ഒന്നാണ്. പിന്നെ ഈ പ്രപഞ്ചത്തിലെ ഒരു വീരൻ മാത്രമേ ഉള്ളൂ, അത് ദേവരാജനായ ഇന്ദ്രനാണ്. ശത്രു സംഹാരകനായ ഇന്ദ്രനാണ് ഏക വീരൻ. പിന്നെ പിതൃക്കളുടെ ഈശ്വരനായിരിക്കുന്ന യമധർമ്മനും ഒന്നാണ്. അപ്പോൾ ഒന്ന് എന്ന സംഖ്യയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് എന്ന വിഷയം ബന്ദി അവതരിപ്പിച്ചു. അപ്പോൾ അഷ്ടാവക്രൻ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് പറയുകയാണ്, ദ്വാവിന്ദ്രാഗ്നി ചരതോ വൈ സഖായൗ ദൗ ദേവർഷി നാരദ പർവതൗ ച ദ്വാവശ്വിനൗ ദ്വേ രഥസ്യാപി ചക്രേ ഭാര്യാപതി ദ്വേ വിഹിതോ വിധാത്ര. ഇന്ദ്രനും അഗ്നിയും എപ്പോഴും അവർ രണ്ടുപേരും ഒരുമിച്ച് സഞ്ചരിക്കും. അങ്ങനെ സഖാക്കളായ സുഹൃത്തുക്കളായ ഇന്ദ്ര അഗ്നിമാര് 2 പേരാണ്. ദേവർഷിമാര് 2 പേരാണ് ഒരുമിച്ച് നടക്കുക, നാരദനും പർവ്വതനും. പിന്നെ അശ്വിനിദേവന്മാര് 2 പേരാണ്. രഥങ്ങൾക്ക് ചക്രം 2 എണ്ണമാണ്. ഭാര്യാപതി ദമ്പതിമാര് 2 പേരാണ് എന്ന് വിധാതാവ് വിധിച്ചിരിക്കുന്നു. അപ്പൊ 2 എന്ന സംഖ്യക്കും പ്രാധാന്യമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ബന്ദി പറയുകയാണ്, 3 എന്ന സംഖ്യയുടെ പ്രാധാന്യം പറയുകയാണ് അദ്ദേഹം. 3 തരം പ്രജകളാണ് ലോകത്തിലുള്ളത്. ദേവന്മാര്, മനുഷ്യന്മാര്, തിര്യക്കുകൾ, അതായത് ജീവജാലങ്ങൾ. അതുപോലെ വാജപേയം എന്ന യജ്ഞം അത് 3 അഗ്നികൾ ചേർന്നതാണ്. 3 വസ്തുക്കൾ ചേർന്നതാണ്. എന്താണ്? ഋക്ക്, യസ്, സാമം, ഈ 3 വേദങ്ങൾ ചേർന്നതാണ് വാജപേയം എന്ന ആ യജ്ഞം. അതുപോലെ യാഗത്തിലെ അധ്വര്യുക്കള്, മന്ത്രം ചൊല്ലുന്ന അധ്വര്യുക്കള് 3 തരം സവനമാണ് ചെയ്യുക. പ്രാതസവനം, അതുപോലെ മധ്യാഹ്ന സവനം, സായാഹ്ന സവനം, 3 സവനം ചെയ്യും. അങ്ങനെ 3 എന്ന സംഖ്യക്ക് പ്രാധാന്യമുണ്ട്. അതുപോലെ 3 ലോകങ്ങളുണ്ട്. ഏതൊക്കെയാണ്? സ്വർഗം, ഭൂമി, നരകം. 3 തരം ജ്യോതിസ്സുകളാണ് ഈ ലോകത്തിലുള്ളത്: സൂര്യൻ, ചന്ദ്രൻ, അഗ്നി. ഇങ്ങനെ 3ന്റെ പ്രാധാന്യം പറഞ്ഞു. അപ്പോൾ അഷ്ടാവക്രൻ പറഞ്ഞു 4 എന്ന സംഖ്യക്കും വളരെ പ്രാധാന്യമുണ്ട്. ബ്രാഹ്മണർക്ക് 4 ആശ്രമങ്ങളാണ്: ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. വർണ്ണങ്ങൾ 4ആണ്, അവയാണ് യജ്ഞത്തെ വഹിക്കുന്നത്. ദിക്കുകൾ 4ആണ്. അതുപോലെ വർണ്ണം, ലെറ്റർ, അതായത് അക്ഷരങ്ങൾ 4 തരമാണ്. ഏതാണ്? ദീർഘം, ഹ്രസ്വം, പ്ലുതം, ഹല് എന്ന് പറയുന്ന ഒരു മാത്രയിലും കുറഞ്ഞതായിട്ടുള്ള വർണ്ണം. അങ്ങനെ 4 തരം വർണ്ണങ്ങൾ. വർണ്ണം എന്ന് വെച്ചാൽ ഇവിടെ അക്ഷരങ്ങൾ, ലെറ്റേഴ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഗൗ, അതായത് വാണി, വാക്ക് 4 തരമാണ്: പരാ, പശ്യന്തി, മധ്യമ, വൈഖരി എന്നിങ്ങനെയാണ്. ഇത് പറയുന്നില്ല, ഇത് ഞാൻ വ്യാഖ്യാനം ശ്രോതാക്കൾക്ക് മനസ്സാക്കാൻ വേണ്ടി പറയുന്നതാണ്. ഇവിടെ ഇവർ തമ്മിലുള്ള ശാസ്ത്രാർത്ഥത്തിൽ ഇതിന്റെ വിശദീകരണം ഒന്നുമില്ല. അത് നമുക്ക് വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ നോക്കിയിട്ടും മറ്റും പരിശോധിച്ച് കണ്ടെത്തേണ്ടതാണ്. അത് കണ്ടെത്തിയിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് അറിവിന് വേണ്ടി പറയുന്നത്. 4 തരം വാക്കുകൾ, അതായത് നമ്മുടെ വാക്ക് എന്ന് പറയുന്നത് ഏറ്റവും നാഭിയുടെ അവിടെ നിന്ന് പരാ എന്ന അവസ്ഥയിൽ, സൂക്ഷ്മാവസ്ഥയിൽ നിന്നാണ് നമ്മുടെ വാക്ക് ആരംഭിക്കുന്നത്. ആ സമയത്ത് അതിൽ ആശയങ്ങളില്ല, കേവലമായ ആ പ്രാണശക്തി മാത്രമേ ഉള്ളൂ. അത് മുകളിലോട്ട് വന്ന് പശ്യന്തി എന്ന അവസ്ഥ എത്തുമ്പോഴേക്കും നമ്മുടെ ഉള്ളിലൊരു വിചാരം വന്നു ചേരുന്നു. ആ പശ്യന്തി എന്ന വാക്ക് പിന്നീട് കണ്ഠത്തിനടുത്ത് എത്തിയിട്ട് മധ്യമ എന്ന അവസ്ഥയെ പ്രാപിച്ച്, അപ്പോൾ അവിടെ ഏതേത് അക്ഷരങ്ങൾ, ഏതേത് ശബ്ദങ്ങൾ, ഏതേത് വാക്യങ്ങൾ ചേർത്ത് പറയണം എന്നുള്ള
ആശയം രൂപപ്പെടുകയും ശബ്ദമായിട്ട് പുറത്തേക്ക് വരുമ്പോഴേക്കും അത് വൈഖരിയായിട്ട് പുറത്തു വരുന്നു. ഇങ്ങനെയാണ് നമ്മുടെ ശബ്ദത്തിന്, നമ്മുടെ ഭാഷയ്ക്ക് 4 തരം സ്വരൂപങ്ങളുണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇപ്പൊ 4ന്റെ പ്രാധാന്യം പറഞ്ഞപ്പോൾ ബന്ദി വിട്ടുകൊടുത്തില്ല. 5ന്റെ പ്രാധാന്യം പറയണം അദ്ദേഹം. എന്താണ്? അഗ്നി 5 വിധമാണ്. ഏതാണ്? ഗാർഹവത്യം, ദക്ഷിണാഗ്നി, ആഹവനീയാഗ്നി, സഭ്യാഗ്നി, ആവസത്യം എന്ന അഗ്നി. 5 തരം അഗ്നികൾ. പങ്ക്തി ഛന്ദസ് എന്ന ഛന്ദസ്സിന്, വേദങ്ങൾ മന്ത്രങ്ങളുടെ ഒരു അക്ഷരക്രമമാണ് ഛന്ദസ് എന്ന് പറയുന്നത്. ആ പങ്ക്തി ഛന്ദസ്സിന് ഒരു പാദത്തിൽ 5 അക്ഷരങ്ങളാണ്. യജ്ഞം 5 വിധമാണ്. പഞ്ചയജ്ഞം എന്ന് പറയും. പിതൃയജ്ഞം, ദേവയജ്ഞം, ഋഷിയജ്ഞം, ഭൂതയജ്ഞം, നരയജ്ഞം. ഇന്ദ്രിയങ്ങൾ 5ആണ്. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. വേദത്തിലെ അപ്സരസ്സുകളുടെ, ദിവ്യാപ്സരസ്സുകളുടെ എണ്ണം 5ആണ്. പഞ്ചചൂടാകൾ എന്നാണ് അവരെ പറയുക. 5 നദികൾ, മഹാപുണ്യവതികളായ നദികളുണ്ട്. പഞ്ചനദം എന്നാണ് പറയുക. വിപാശ, ഇരാവതി, വിതസ്ത, ചന്ദ്രഭാഗ, ശതദ്രൂഹു എന്നാണ് ഈ 5 നദികൾ. അത് കേട്ട് അഷ്ടാവക്രൻ പറഞ്ഞു 6 എന്ന സംഖ്യ ഒട്ടും കുറവല്ല. അജ്ഞാധാന സമയത്ത് 6 പശുദാനം ചെയ്യണമെന്നാണ് വൈദികമായ വിധി. ഋതുക്കളുടെ എണ്ണം 6ആണ്. ഇന്ദ്രിയങ്ങള് 5, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി എന്നീ 5 ജ്ഞാനേന്ദ്രിയങ്ങളോടൊപ്പം മനസ്സും ചേർത്ത് 6 ഇന്ദ്രിയങ്ങൾ എന്ന് പറയാറുണ്ട്. കൃത്തികകൾ 6 പേരാണ്. വേദങ്ങളിലെ സാധ്യസ്ഥ യജ്ഞങ്ങൾ 6 എണ്ണമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ബന്ദി പറഞ്ഞു ഋഷികൾ 7 പേരാണ്, സപ്തഋഷികൾ. ഗ്രാമ്യ പശുക്കൾ 7 വിധമാണ്. ഗ്രാമത്തിലെ പശു എന്ന് വെച്ചാൽ മൃഗം എന്നാണ് അർത്ഥം. ഗ്രാമത്തിലെ മൃഗങ്ങൾ 7 വിധമാണ്. ഏതൊക്കെയാണ്? പശുക്കൾ, എരുമകൾ, ആടുകൾ, ചെമ്മരിയാടുകൾ, കുതിരകൾ, പട്ടികൾ, കഴുതകൾ. 7 ഗ്രാമ്യ പശുക്കൾ. അതുപോലെ വന്യപശുക്കളും 7 വിധമാണ്. സിംഹം, വ്യാഘ്രം, ചെന്നായ, ആന, കുരങ്ങ്, കരടി, മാൻ. 7 വന്യപശു, കാട്ടു പശു മൃഗങ്ങൾ. അതുപോലെ 7 യജ്ഞങ്ങൾക്കുള്ള 7 ഛന്ദസ്സുകളാണ് പ്രസിദ്ധമായിട്ടുള്ളത്. ഒന്ന് ഗായത്രി, ഉഷ്ണിക്ക്, അനുഷ്ടുപ്പ്, ബൃഹതി, പങ്ക്തി, തൃഷ്ടുപ്പ്, ജഗതി. ഇങ്ങനെ 7 ഛന്ദസ്സുകളാണ് യജ്ഞങ്ങളിൽ ഉപയോഗിക്കാറുള്ളത്. ഒരു പൂജാക്രമത്തിൽ 7 തരം ഉപചാരങ്ങൾ, സപ്തോപചാരങ്ങൾ ചെയ്യും. ഏതൊക്കെയാണ്? ജലം, ഗന്ധം, പുഷ്പം, ധൂപം, ദീപം, നൈവേദ്യം, ആചമനം. 7 എണ്ണം. തന്ത്രികളിൽ വീണയുടെ തന്ത്രി 7 വിധമാണ്. 7 സ്വരങ്ങളാണ്. സ, രി, ഗ, മ, പ, ധ, നി. 7 തന്ത്രികൾ വീണയിൽ കാണും. അത് കേട്ട് അഷ്ടാവക്രൻ പറഞ്ഞു എങ്കിൽ 8ന്റെ മഹാത്മ്യം കേൾക്കൂ. ത്രാസിന്റെ ചരടിന് 8 ചരടുകളാണ്. ത്രാസിന് 8 ചരടുകളാണ്. ശരഭം എന്ന സിംഹത്തെ കൊന്നു തിന്നുന്ന ഒരു മൃഗമുണ്ട്. അതിന് 8 കാലുകളാണ്. വസുക്കൾ 8ആണ്. 8 അഷ്ടവസുക്കൾ എന്നാണ് പറയുക. ധരോ, ധ്രുവശ്ച, സോമശ്ച, അഹശ്ചൈവ അനിലോ അനലഹ. ധരൻ, ധ്രുവൻ, സോമൻ, അഹൻ, അനിലൻ, അനലൻ, പ്രത്യൂഷൻ, പ്രഭാസൻ. ഇങ്ങനെ 8 വിധമാണ് വസുക്കൾ. ഇങ്ങനെ 8ന്റെ പ്രാധാന്യം പറഞ്ഞു. ബന്ദി പറഞ്ഞു പിതൃയജ്ഞങ്ങൾ ചെയ്യുമ്പോൾ അതിലെ സമിത്തുക്കൾ, ചമതകൾ 9 വിധമാണ് ഹോമിക്കുക. സാമിധേനി ഋചാ മന്ത്രം ചൊല്ലിയിട്ടാണ് ഹോമിക്കുക. അത് 9 തരം മന്ത്രങ്ങളാണ്. സൃഷ്ടികൾ 9 വിധമാണ്. 9 വിധം സൃഷ്ടികളാണ്. പ്രകൃതി, പുരുഷൻ, മഹത്ത്, അഹങ്കാരം 5 തന്മാത്രകളും ചേർന്ന് 9. ബൃഹതി ഛന്ദസ് എന്ന ഛന്ദസ്സിന് ഒരു പാദത്തിൽ 9 അക്ഷരങ്ങളാണ്. അതുപോലെ എണ്ണൽ സംഖ്യ 1 മുതൽ 9 വരെയാണ് സംഖ്യ. ബാക്കി പിന്നെ ആ 9 എണ്ണം ചേർത്തിട്ടാണ് മറ്റു സംഖ്യകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ എണ്ണൻ ഉപയോഗിക്കുന്ന സംഖ്യകളുടെ എണ്ണം 9 ആണ്. അഷ്ടാവക്രൻ പറഞ്ഞു ദിക്കുകളുടെ എണ്ണം എത്രയാണ്? നേരത്തെ 4 എന്ന് പറഞ്ഞു. 10 ദിക്കുകളാണ്. എന്താണ്? 4 മൂലകളുണ്ട്. മുകളിലും താഴെയും ചേർക്കുമ്പോൾ എത്രയായി? 10 ദിക്കുകൾ. പിന്നെ 1000 എന്ന സംഖ്യയിൽ 10 ശതങ്ങളുണ്ട്, 10 നൂറുകളുണ്ട്. ഗർഭിണിക്ക് 10 മാസമാണ് തൻ്റെ പ്രസവം കൊണ്ട് നടക്കേണ്ടത്. 10 തരം നിന്ദകന്മാർ, നിന്ദിക്കപ്പെടുന്നവരായ 10 തരം ആളുകൾ ഈ ഭൂമിയിലുണ്ട്. ആരൊക്കെയാണ്? രോഗി, ദരിദ്രൻ, ശോകാർത്തൻ, രാജാവിൻ്റെ ശിക്ഷ കിട്ടിയ രാജദണ്ഡിതൻ, ഷഠൻ, ഖലൻ, വൃത്തിവഞ്ചിതൻ, ജോലി നഷ്ടപ്പെട്ടവൻ, ഉന്മത്തൻ, ഭ്രാന്തൻ, ഈർഷ്യാപരായണൻ, മറ്റുള്ളവരോട് ഈർഷ്യ പുലർത്തുന്നവൻ, കാമി, കാമമുള്ളവൻ. ഈ 10 തരം ആളുകളും ലോകത്തിൽ നിന്ദിക്കപ്പെടുന്നവരാണ്. പിന്നെയോ 10 തരം ശരീരാവസ്ഥകളുണ്ട് എല്ലാ ജീവജാലങ്ങൾക്കും, മനുഷ്യർക്ക് പ്രത്യേകിച്ചും. ഇതൊക്കെയാണ്? ഗർഭവാസം, ബാല്യം, കൗമാരം, പൗഗണ്ഡം, കൈശോരം, യൗവനം, പ്രൗഢം, വാർദ്ധക്യം, മരണം. ഇങ്ങനെ 10 തരം 10 അവസ്ഥകളുണ്ട്. പൂജ്യന്മാരായ ആളുകൾ 10 പേരാണ്. നമ്മൾ പൂജിക്കേണ്ട, ആദരിക്കേണ്ടവരായ ആളുകൾ സമൂഹത്തിൽ എത്ര പേരാണ്? 10 പേരാണ്. ആരൊക്കെയാണ്? അധ്യാപകൻ, പിതാവ്, ജ്യേഷ്ഠഭ്രാത അതായത് ജ്യേഷ്ഠൻ, രാജാവ്, മാതുലൻ അതായത് അമ്മാവൻ, ശ്വശുരൻ ഭാര്യാപിതാവ്, പിന്നെ മാതാമഹൻ അമ്മയുടെ അച്ഛൻ, പിതാമഹൻ അച്ഛൻ്റെ അച്ഛൻ,
പിന്നെ തന്നെക്കാൾ വയസ്സിന് മൂപ്പുള്ള ഗൃഹസ്ഥന്മാർ 9. 10ാമതായിട്ട് പിതൃവ്യന്മാർ, അച്ഛൻ്റെ ജ്യേഷ്ഠനും അച്ഛൻ്റെ അനുജനും ഒക്കെ. ഇങ്ങനെ 10 തരം ആളുകളെ നമ്മൾ പൂജിക്കേണ്ടതാണ് എന്നുള്ള ശാസ്ത്രം. 10ന്റെ പ്രാധാന്യം പറഞ്ഞു. അപ്പോൾ ബന്ദി പറഞ്ഞു 11ന്റെ പ്രാധാന്യം ഞാൻ പറയാം. എന്താണ്? പ്രാണനുള്ള എല്ലാ പശുക്കൾക്കും മൃഗങ്ങൾക്കും 11 തരം ഇന്ദ്രിയ വിഷയങ്ങളുണ്ട്. 5 കർമ്മേന്ദ്രിയങ്ങൾ, 5 തന്മാത്രകൾ, മനസ്സും ചേർന്ന് 11 വിഷയങ്ങളാണ്. അതുപോലെ 11 ഇന്ദ്രിയങ്ങളാണ്. 5 ജ്ഞാനേന്ദ്രിയം, 5 കർമ്മേന്ദ്രിയം, 11ാമതായിട്ട് മനസ്സ്. അങ്ങനെ ഇന്ദ്രിയങ്ങൾ 11. യജ്ഞയാഗങ്ങളിലെ യൂപങ്ങളുടെ എണ്ണം 11ആണ്. പ്രാണികൾക്ക് വികാരം 11 തരം വികാരമാണ്. ഏതൊക്കെയാണ്? കാമം, ക്രോധം, ലോഭം, മോഹം, മദം, ആശ്ചര്യം, ഹർഷം, ശോകം, രാഗം, ദ്വേഷം, അഹങ്കാരം. അങ്ങനെ 11 വികാരങ്ങളാണ് പ്രാണികൾക്കുള്ളത്. ദേവന്മാരിലെ രുദ്രന്മാരുടെ എണ്ണം 11, ഏകാദശ രുദ്രന്മാർ എന്നാണ് പറയുക. അഷ്ടാവക്രൻ പറഞ്ഞു ഒരു സംവത്സരത്തിൽ, ഒരു വർഷത്തിൽ 12 മാസങ്ങളുണ്ട് എന്നറിയില്ലേ? ജഗതി എന്ന ഛന്ദസ്സിൽ ഒരു പാദത്തിൽ 12 അക്ഷരങ്ങളാണ്. പ്രാകൃത യജ്ഞങ്ങൾ 12 ദിവസമാണ് അനുഷ്ഠിക്കുന്നത്. ആദിത്യന്മാരുടെ എണ്ണം 12ആണ്. ദ്വാദശാദിത്യന്മാർ എന്ന് പറയും. ബന്ദി 13ന്റെ പ്രാധാന്യം പറയാൻ തുടങ്ങുകയാണ്. ത്രയോദശീ തിഥിരുക്ത പ്രശസ്ത ത്രയോദശ ദ്വീപവതി മഹീച. ത്രയോദശി എന്ന് പറയുന്ന തിഥി പ്രസിദ്ധയായ ഒരു തിഥിയാണ്. ത്രയോദശ ദ്വീപ്, 13 ദ്വീപുകളാണ് ഈ ഭൂമിയിലുള്ളത് എന്ന് പറഞ്ഞു. 2 കാര്യം പറഞ്ഞു. ആ ശ്ലോകം പൂർത്തീകരിക്കാൻ സാധിക്കാതെ 13ന്റെ പ്രാധാന്യം എന്താണ്, വേറെ ഏതാ 13 ഉള്ളത് അറിയില്ല. അപ്പൊ അവിടെ ബന്ദിക്ക് അത് ആ ശ്ലോകം പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. ഏതാവതുക്വാ വിരരാമ ബന്ദി, ഏതാവതുക്വാ വിരരാമ ബന്ദി ശ്ലോകസ്യാർദ്ധം വ്യാജഹാര അഷ്ടവക്രഃ. ആ ശ്ലോകത്തിന്റെ പകുതി ചൊല്ലിയിട്ട് നിർത്തിയിട്ട് ആലോചിക്കുന്ന, പരിഭ്രമിച്ചു നിൽക്കുന്ന ആ ബന്ദിയുടെ മുന്നിൽ അഷ്ടാവക്രൻ ആ ശ്ലോകം പൂരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ത്രയോദശാഹാനി സംസാരകേശി ത്രയോദശാദീന്യതിച്ഛന്ദാംസി ചാഹുഹു. കേശി എന്ന അസുരൻ വിഷ്ണുവുമായിട്ട് ഏറ്റുമുട്ടിയത് 13 ദിവസമാണ്. അതുപോലെ അതിജഗതി ഛന്ദസ്സിന് ഒരു പാദത്തിൽ 13 അക്ഷരങ്ങളാണ്. നരസിംഹപുരാണത്തിൽ കേശി എന്ന അസുരൻ വിഷ്ണുവുമായിട്ട് 13 ദിവസം ഏറ്റുമുട്ടി എന്ന് പറയുന്നു. യുവിധേ വിഷ്ണുനാ സാർത്ഥം ത്രയോദശ ദിനാന്യസൗ എന്ന് പറയുന്നുണ്ട്. അതുപോലെ അതിജഗതി ഛന്ദസ്സിന്റെ ഒരു വരിയിൽ 13 അക്ഷരങ്ങളാണ് എന്ന കാര്യം പറഞ്ഞുകൊണ്ട് ബന്ദിക്ക് ഉത്തരം മുട്ടിയ സമയത്ത് ആ ശ്ലോകത്തെ പൂർത്തീകരിച്ചുകൊണ്ട്, പൂർണ്ണമാക്കിക്കൊണ്ട് അഷ്ടാവക്രൻ വിജയശ്രീ ലാളിതനായിട്ട് യജ്ഞമണ്ഡപത്തിൽ നിലകൊണ്ടു. അപ്പോൾ അവിടെ കൂടി നിൽക്കുന്ന അനേകായിരം രാജാക്കന്മാരും ബ്രാഹ്മണശ്രേഷ്ഠന്മാരും എന്തെന്നില്ലാത്ത ആഹ്ലാദത്തോടു കൂടിയിട്ട് അഷ്ടാവക്രന്റെ അടുത്തേക്ക് ഓടി വരികയാണ്. തസ്മിൻ സദാ സങ്കുലേ വർത്തമാനേ സ്ഫീതേ യജ്ഞേ ജനകസ്യോദരാജ്ഞഃ അഷ്ടാവക്രം പൂജയന്തോഭ്യുപേയോ വിപ്രാസ് സർവേ പ്രാഞ്ജലയ പ്രതീതാഹ. എല്ലാവരും തൊഴുകയ്യുമായിട്ട് അഷ്ടാവക്രന്റെ അടുത്തേക്ക് വന്ന് ചുറ്റും നിന്നു ഒരുമിച്ച് നിന്ന് സെൽഫി എടുക്കുക. അങ്ങനെയൊക്കെയല്ലേ വിജയിച്ച ആളുകളുടെ മുന്നിൽ അവരുടെ കൂടെ നിന്ന് സെൽഫി എടുക്കുക, അവരുടെ ഓട്ടോഗ്രാഫ് വാങ്ങുക, അവർക്ക് ഹസ്തദാനം ചെയ്യുക, അവരുടെ കാലിൽ നമസ്കരിക്കുക. ഇതിനു വേണ്ടിയിട്ട് ആ വിപ്രന്മാരൊക്കെ തന്നെ അദ്ദേഹത്തിന് ചുറ്റും വന്ന് കൂടിച്ചേർന്ന് അവരൊക്കെ തന്നെ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു, ആരാധിക്കുന്നു, ആദരിക്കുന്നു, പൂജിക്കുന്നു. അപ്പോൾ അഷ്ടാവക്രൻ എല്ലാവരും കേൾക്കെ പറഞ്ഞു, ഇതാ ഈ ബന്ദി എവിടെ? ആ ബന്ദിയെ നമ്മൾ എന്ത് ചെയ്യണം? ഇവൻ എത്രയോ പേരെ വാദത്തിൽ തോൽപ്പിച്ച് വെള്ളത്തിൽ മുക്കിയവനാണ്, പിടിച്ച് മുക്കവനെ എന്ന് ഇദ്ദേഹം ഉറക്കെ വിളിച്ചു പറയുകയാണ്. അപ്പോൾ ആ ബന്ദി തൊഴുകയുമായിട്ട് അഷ്ടാവക്രന്റെ മുന്നിൽ നിന്നുകൊണ്ട് പറയുകയാണ്, അല്ലയോ അഷ്ടാവക്ര, ഞാൻ അങ്ങയെ പൂജിക്കുന്നു എന്ന് പറയുകയാണ്. ഞാൻ അങ്ങയെ പൂജിക്കുന്നു. ഞാൻ വാസ്തവത്തിൽ ആരാണ്? ഇവിടെ വന്ന ഒരു കൃത്യമായൊരു ഉദ്ദേശത്തോടു കൂടി വന്നതാണ്, വിശേഷമായൊരു കാര്യത്തിന് വേണ്ടി വന്നതാണ്. ഞാൻ സാക്ഷാൽ വരുണദേവന്റെ പുത്രനാണ്. എൻ്റെ അച്ഛനായ വരുണന്റെ ലോകത്ത് 12 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു സത്രം നടക്കുകയാണ്. ആ സത്രത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായ പണ്ഡിതന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ശാസ്ത്രാർത്ഥം നടത്തുകയാണ്. ആ ശാസ്ത്രാർത്ഥത്തിൽ, ആ സംവാദത്തിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെയുള്ള പണ്ഡിതന്മാരായ ബ്രാഹ്മണരെ വെള്ളത്തിൽ മുക്കിയത്. അവരെ കൊല്ലുകയായിരുന്നില്ല, അവരെ വരുണലോകത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അങ്ങോട്ട് അവരെ അയക്കാൻ വേണ്ടിയിട്ടാണ് അവരെ വെള്ളത്തിൽ ഞാൻ പിടിച്ചു മുക്കിയത്. അവരൊക്കെ തന്നെ ഇനി തിരിച്ചു വരും. കാരണം ഇന്നോട് കൂടിയിട്ട് അവിടുത്തെ 12 വർഷത്തെ യജ്ഞം പൂർത്തിയാവുകയാണ്. അവരൊക്കെ തന്നെ മടങ്ങി വരുമെന്ന് പറഞ്ഞു. അതൊന്നും അഷ്ടാവക്രൻ കേട്ട് കൂട്ടാക്കിയില്ല. രാജാവേ, ഇയാൾ എത്രയോ പേരെ സമുദ്രത്തിൽ മുക്കിയിട്ടുണ്ട്. ഇയാളുടെ വാക്യത്തെ ഞാൻ പരാജയപ്പെടുത്തിയിരിക്കുന്നു. അതെല്ലാവരും കേട്ടതാണ്. ബാലേഷു പുത്രേഷു കൃപണം വദത്സു തഥാ വാചം അവിന്വന്തി സന്തഃ. ബാലകനാണ് എന്ന് കരുതിയിട്ട്, പുത്രനാണെന്ന്, മകനാണെന്ന് കരുതിയിട്ട് ആരും തന്നെ അവരുടെ വാക്കുകളെ ഉപേക്ഷിക്കാൻ പാടില്ല, അവരുടെ വാക്കുകളെ ധിക്കരിക്കാൻ പാടില്ല.
ഇത് തൻ്റെ അച്ഛനെ കഹോടന് കൂടിയുള്ള മുന്നറിയിപ്പായിട്ടാണ് അഷ്ടാവക്രൻ പറയുന്നത്. കാരണം കുട്ടികളാണെന്ന് കരുതിയിട്ട് അച്ഛനമ്മമാർ അവരെ കളിയാക്കി കളയും. അവർ പറയുന്ന ഗൗരവമായ കാര്യങ്ങളെ നമ്മൾ ചിലപ്പോൾ തിരസ്കരിച്ചു എന്ന് വരും, അതിന് വില കൊടുത്തില്ല എന്ന് വരും, കളിയാക്കി എന്ന് വരും, തിരസ്കരിക്കും. ശരിയല്ല. അവർ പറയുന്നതിലെ തത്വം എന്താണ്, അവർ പറയുന്നത് കാര്യമുണ്ടോ എന്ന് അറിഞ്ഞ് അവരെയും നമ്മൾ അവരുടെ വാക്യത്തെ നമ്മൾ ആദരിക്കേണ്ടതാണ്. അതുപോലെ ഗുരുനാഥൻ ശിഷ്യനെ അതുപോലെ അവൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധയോടെ കേട്ട് അതിനെ അംഗീകരിക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. പണ്ഡിതന്മാർ പാമരന്മാരെന്ന് വിചാരിക്കുന്ന ബാലന്മാരെന്ന് വിചാരിക്കുന്ന ആളുകളുടെയും വാക്യങ്ങളെ ശ്രദ്ധയോടെ കേൾക്കേണ്ടതാണ്. അങ്ങനെ നമ്മുടെ ശാസ്ത്രം പറയുന്നുണ്ട്. എല്ലായ്പ്പോഴും മക്കൾ അച്ഛനെയും അമ്മയും അനുസരിച്ച് നിൽക്കണമെന്നല്ല, അവർ ചെയ്യുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിക്കണം. കഹോടൻ വേദമന്ത്രം ചൊല്ലിയപ്പോൾ ഗർഭത്തിലിരുന്നു കൊണ്ട് അഷ്ടാവക്രൻ ആ മന്ത്രം കാട് കാട് എന്ന് പറഞ്ഞിട്ട് അത് തെറ്റാണ് അച്ഛ, അങ്ങ് രാവും പകലും ഉച്ചരിക്കുന്ന ഈ മന്ത്രം തെറ്റാണ്, അത് ശരിയാക്കൂ, തിരുത്തൂ എന്ന് പറഞ്ഞതിനാണ് കഹോടൻ തൻ്റെ മകനെ, ഗർഭത്തിലുള്ള മകനെ ശപിച്ച് അഷ്ടാവക്രന 8 വളവുള്ളവനാക്കി മാറ്റിയത്. എന്തൊരു കഷ്ടമാണ്. ആ കഹോടനാണിപ്പോൾ തോറ്റു തുന്നമ്പാടിയിട്ട് വെള്ളത്തിൽ മുക്കിയിട്ട് പറഞ്ഞേക്കപ്പെട്ടത്. ആ കഹോടനെ രക്ഷിക്കാൻ മകൻ തൻ്റെ ജ്ഞാനമാകുന്ന ആയുധവുമായിട്ട് ജ്ഞാനാസിയുമായിട്ട് വന്നിട്ട് തൻ്റെ അച്ഛനെ ആ തടവിൽ നിന്ന് മോചിപ്പിക്കേണ്ടി വന്നില്ലേ? അപ്പോൾ ആ കഹോടന് ഉണ്ടായ അനുഭവം നമുക്ക് ഓരോരുത്തർക്കും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ബാലകന്മാരെന്ന് കരുതി, കുട്ടികളെന്ന് കരുതി, മക്കളെന്ന് കരുതിയിട്ട് അവരുടെ വാക്കിനെ നമ്മൾ ധിക്കരിക്കുകയല്ല, അതിൻ്റെ സാരത്തെ അറിയുകയാണ് വേണ്ടത്. മഹാഭാരതം പലയിടങ്ങളിലും പറയുന്ന ഒരു വാക്യമാണ്, ഗുരോരപ്യവലിപ്തസ്യ കാര്യാകാര്യമജാനതഃ ഉത്പഥപ്രതിപന്നസ്യ ന്യായം ഭവതി ശാസനം. ഗുരുക്കന്മാരാണെങ്കിലും പ്രായം കൂടിയ ആളുകളാണെങ്കിലും പാപകർമ്മം ചെയ്യുകയാണെങ്കിൽ, തെറ്റ് ചെയ്യുകയാണെങ്കിൽ, കാര്യവും അകാര്യവും ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും അറിയാതെ നിൽക്കുകയാണെങ്കിൽ, അധർമ്മത്തിൻ്റെ മാർഗത്തെ സ്വീകരിച്ചിരിക്കുകയാണെങ്കിൽ അവരെ ശാസിക്കേണ്ടത് ധർമ്മമാണ്, അത് ന്യായപരമാണ് എന്ന് നമ്മുടെ ശ്രീ മഹാഭാരതം പലതവണ ആവർത്തിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ കഹോടൻ ആ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്നുണ്ട് എല്ലാവരും. ജനകമഹാരാജാവും ഈ ഇദ്ദേഹത്തെ വെള്ളത്തിൽ മുക്കാൻ മടിച്ചു നിന്ന സമയത്ത് അഷ്ടാവക്രൻ പറഞ്ഞു, ഹസ്തീവത്വം ജനക വിരുദ്ധ്യമാനോ നമാമികം വാചിമം ശൃണോഷി. ആന തോട്ടിയുടെ പ്രയോഗം കൊണ്ട് പോലും ചില ആനകൾ ഇളകാതെ നിൽക്കുന്നത് പോലെ എൻ്റെ വാക്ഷരമേറ്റിട്ടും അങ്ങ് ഇളകാതെ നിൽക്കുന്നത് എന്താണ് രാജാവേ എന്ന് ചോദിച്ചു. അപ്പോൾ രാജാവ് പറഞ്ഞു, മഹാത്മാവേ, ഞാൻ കേൾക്കുകയാണ്, അങ്ങ് അമാനുഷനാണ്, അങ്ങ് ദിവ്യസ്വരൂപനാണ്, ബന്ദിയെ അങ്ങ് ജയിച്ചിരിക്കുന്നു, അങ്ങ് പറഞ്ഞതുപോലെ ചെയ്യാം എന്ന് പറഞ്ഞു. അഷ്ടാവക്രൻ പറഞ്ഞു, ഇവൻ്റെ അച്ഛന് വരുണനാണത്ര, വരുണനാണെങ്കിൽ എനിക്കെന്താ, ഇവൻ്റെ അച്ഛൻ്റെ ഇല്ലത്തേക്ക് പോകട്ടെ, വെള്ളത്തിൽ മുങ്ങട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ബന്ദി പറഞ്ഞു, ശരിയാണ്, ഞാൻ വരുണൻ്റെ പുത്രനാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് മുങ്ങാൻ ഭയമില്ല, വെള്ളത്തെ എനിക്ക് ഭയമില്ല, അതുകൊണ്ട് ഞാൻ വെള്ളത്തിലേക്ക് പോകാം, സമുദ്രത്തിലേക്ക് ഞാൻ പ്രവേശിക്കാം, അങ്ങേക്ക് നഷ്ടപ്പെട്ട അച്ഛനെ തിരിച്ച് നേടുകയും ചെയ്യും എന്ന് പറഞ്ഞു. അങ്ങനെ നോക്കി നിൽക്കെ വെള്ളത്തിൽ മുങ്ങി എല്ലാ ബ്രാഹ്മണരും, പണ്ഡിതരായ ബ്രാഹ്മണരും ജലത്തിൽ നിന്നും പൊങ്ങി വന്നു. അവരുടെ കൂട്ടത്തിൽ ഈ അഷ്ടാവക്രൻ്റെ അച്ഛനായ കഹോടനും ഉണ്ടായിരുന്നു. എന്തൊരു ഭവ്യമായ മുഹൂർത്തമാണ്, എന്തൊരു ധന്യമായ മുഹൂർത്തമാണ്. മകൻ്റെ ആ സിദ്ധി കൊണ്ട്, മകൻ്റെ ജ്ഞാനം കൊണ്ട്, മകൻ്റെ തപസ്സിൻ്റെ ശക്തി കൊണ്ട് നഷ്ടപ്പെട്ട അച്ഛനെ വീണ്ടെടുത്തു കൊണ്ടുവരികയാണ്. കഹോടൻ പറഞ്ഞു, രാജാവിനോട് പറഞ്ഞു, ഇത്യർത്ഥമിച്ഛന്തി സുതാൻ ജനക കർമ്മണ യദഹം നാശകം കർത്തും തത്പുത്ര കൃതവാൻ മമ. അല്ലയോ രാജാവേ, ഒരു അച്ഛന് ചെയ്യാൻ പറ്റാത്ത കാര്യം മകൻ ചെയ്ത് മുഴിപ്പിക്കും. അതുകൊണ്ടാണ് ആളുകൾ പുത്രനെ ഇച്ഛിക്കുന്നത്, പുത്രനെ ആഗ്രഹിക്കുന്നത്. മകനുണ്ടാകണമെന്ന് ആഗ്രഹിക്കാൻ കാരണം എന്താണ്? അച്ഛനെ പൂർത്തീകരിക്കാൻ പറ്റാത്ത, അച്ഛന് സാധിക്കാത്തതായ ആഗ്രഹങ്ങളെ, അച്ഛന് ചെയ്ത് പൂർത്തിയാക്കാൻ സാധിക്കാത്ത കാര്യങ്ങളെ മുഴുമിപ്പിക്കുന്നതാണ് പുത്രൻ്റെ ധർമ്മം. അതിനുവേണ്ടിയാണ് നമ്മൾ പുത്രൻ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ അച്ഛൻ ചെയ്യാൻ ബാക്കി വെച്ച കാര്യങ്ങൾ നമ്മൾ ചെയ്ത് പൂർത്തിയാക്കണം. ധാർമ്മികമായ കാര്യങ്ങൾ, ധർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ധർമ്മത്തിൻ്റെ പ്രചാരണം, ജ്ഞാനത്തിൻ്റെ പ്രചാരണം ഒക്കെ തന്നെ ചെയ്യാൻ നമ്മളോരോരുത്തരും ബാധ്യസ്ഥരാണ് എന്ന് കാണിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഉദാബലസ്യ ബലവാൻ ഉദബാലസ്യ പണ്ഡിത ഉദവാ വിദുഷോ വിദ്വാൻ പുത്രോ ജനകജായതേ. ഹേ ജനകരാജാവേ, ബലമില്ലാത്തവന് ബലമുള്ള മകനുണ്ടാകും, ബാലനായ ചപലനായ ആളിന് പണ്ഡിതനായ മകനുണ്ടാകും, അറിവില്ലാത്ത അച്ഛന് വിദ്വാനായ മകനുണ്ടാകും. ഇതാണ് പ്രകൃതിയുടെ നിയമം. അതുപോലെ എനിക്കും എന്നേക്കാൾ ശ്രേഷ്ഠനായ മകൻ ഉണ്ടായിരിക്കുന്നു. ഈ വാക്യങ്ങൾ കേട്ട് അവിടെ കൂടി നിൽക്കുന്ന ബ്രാഹ്മണര് ഉക്തം എന്ന പേരുള്ള യജ്ഞത്തിൽ ചൊല്ലുന്നതായ സാമവേദ മന്ത്രം, അതിന് ഔക്ഥ്യം എന്ന് പറയും. ആ ഔക്ഥ്യം എന്ന മന്ത്രം അവർ ഹർഷാരവത്തോടുകൂടി ഉറക്കെ എല്ലാവരും ചേർന്ന് ആ മന്ത്രത്തെ അങ്ങ് ചൊല്ലി, ആ യജ്ഞത്തിൻ്റെ സമാപ്തി എല്ലാവരും പ്രസാദമായിട്ട് സോമരസം കുടിച്ച് അത്യാഹ്ലാദത്തോടു കൂടിയിട്ട് ആ ഔക്ഥ്യമന്ത്രം ചൊല്ലിയിട്ട് അങ്ങനെ ആ വേദഘോഷം മുഴങ്ങി നിൽക്കെ
ജനകന്റെ അനുവാദം വാങ്ങിയിട്ട് ഈ ബന്ദി സമുദ്രജലത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. അഷ്ടാവക്രൻ തൻ്റെ അച്ഛനെ പൂജിച്ചു, ആ ബ്രാഹ്മണരെയും പൂജിച്ചു. തെറ്റുകളൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടായിരിക്കാം, പക്ഷെ അതൊക്കെ ഞാൻ എൻ്റെ ധർമ്മം, ഒരു ഗോതയിലെത്തിക്കഴിഞ്ഞാൽ അച്ഛനെന്നും മകനെന്നും പ്രായമുള്ളവരെന്നും പ്രായം കൂടിയവരെന്നും ചിന്തിക്കാൻ സാധിക്കില്ല യുദ്ധത്തിൽ. അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്തു പോയിട്ടുണ്ടാകാം. പൂജ ചെയ്തു, അവരെ ആദരിച്ചു, മറ്റു ബ്രാഹ്മണരെയും പൂജിച്ചു. തൻ്റെ അമ്മാവനായ സമപ്രായക്കാരനായ ശ്വേതകേതുവിനോട് ഒപ്പം തൻ്റെ ആശ്രമത്തിലേക്ക് മടങ്ങിപ്പോയി. ആശ്രമത്തിലെത്തി അമ്മയെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. നഷ്ടപ്പെട്ടു പോയ ഭർത്താവിനെ തിരിച്ചു കിട്ടുകയാണ് അദ്ദേഹത്തിൻ്റെ പത്നിക്ക്. കഹോടൻ തൻ്റെ മകനോട് പറഞ്ഞു, മോനെ, ഇതാ ഈ സമങ്കാ നദി കണ്ടില്ലേ, ഇതിലൂടെ ഒഴുകുന്നു. ആ സമങ്കാ നദിയിൽ നീ ചെന്ന് വേഗത്തിൽ മുങ്ങിയിട്ട് വരൂ എന്ന് പറഞ്ഞു. അഷ്ടാവക്രൻ ചെന്ന് ആ സമങ്കാ നദിയിൽ മുങ്ങി നിവർന്ന് വന്നപ്പോൾ അദ്ദേഹം സമാംഗനായിട്ട് മാറി. അദ്ദേഹത്തിൻ്റെ വളവുകൾ നിവർന്നു, ഋജുശരീരനായി, ഋജുഗാത്രനായിട്ട് മാറി, പൂർവാധികം സുന്ദരനായി തീർന്നു, തേജസ് വർദ്ധിച്ചു. അങ്ങനെ വൈരൂപ്യം മാറി. ശാപം നൽകിയ ആ അച്ഛൻ തന്നെ അദ്ദേഹത്തിന് ശാപമുക്തി നേടിയിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് വൈരൂപ്യം മാറ്റി. അങ്ങനെ ആ അഷ്ടാവക്രൻ്റെ സ്നാനം കൊണ്ട് ആ സമങ്കാ നദിയും പുണ്യവതിയായി തീർന്നു. ലോമശ മഹർഷി യുധിഷ്ഠിരനോട് പറഞ്ഞു, രാജാവേ, ഇതാ ഈ സമങ്കാ നദി അങ്ങനെയാണ് പുണ്യനദിയായത്. അങ്ങ് ത്വമപ്യേനം സ്നാനപാനാവഗാഹൈ സഭ്രാതൃക സഹഭാര്യോ വിശസ്വ. അങ്ങ് സഹോദരന്മാരോടൊപ്പം ഭാര്യയോടൊപ്പം ഈ നദിയിൽ പ്രവേശിക്കൂ. ഈ നദിയിൽ സ്നാനം ചെയ്ത് ഇതിലെ ജലം പാനം ചെയ്ത് ഇതിൽ മുങ്ങിയിട്ട് പുണ്യം നേടൂ. നമ്മുടെ ശരീരത്തിൻ്റെ സമാവസ്ഥയെ വീണ്ടെടുക്കാൻ, വൈഷമ്യത്തെ മാറ്റാൻ വേണ്ടിയിട്ട്, മനസ്സ് സമമല്ലെങ്കിൽ, മനസ്സിന് സന്തുലിതാവസ്ഥയില്ലെങ്കിൽ, ബുദ്ധിക്ക് സമത്വമില്ലെങ്കിൽ അത് നീക്കിയിട്ട് എല്ലാം സമമായി തീരാൻ വേണ്ടിയിട്ട് ഈ സമങ്കാ നദിയിൽ മുങ്ങി പുണ്യം നേടൂ. മഹാത്മാക്കൾ മുങ്ങിയ നദിയാണ്. മഹാത്മാക്കൾ മുങ്ങുമ്പോഴാണ് തീർത്ഥം തീർത്ഥമാകുന്നത്. സ്വയം ഹി തീർത്ഥാനി പുനന്തി സന്തഃ. സന്തുക്കളാണ്, സത്തുക്കളാണ്, സാധുജനങ്ങളാണ്, സജ്ജനങ്ങളാണ് തീർത്ഥത്തെ തീർത്ഥീകരിക്കുന്നത് എന്ന കാര്യം അവിടെ അദ്ദേഹം എടുത്തു പറഞ്ഞു. ആ സമങ്കാ നദിയിൽ ധർമ്മപുത്രരും സഹോദരന്മാരും മുങ്ങി അങ്ങനെ പുണ്യം നേടുകയാണ്.